മാർത്താണ്ഡം കരിങ്കല്ലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അൻസിജിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നു. ആർഡിഒയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം പ്രതിഷേധിക്കുകയാണ്. കരിങ്കൽ പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. മോർച്ചറിക്ക് മുന്നിൽ വെച്ച് കുടുംബവും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അതേസമയം അൻസിജിയുടെ മരണത്തിന് കാരണക്കാരായ അധ്യാപകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബത്ലഹേം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും എല്ലാം പരാതിയുണ്ട്. അവിടെ ആർഡിഒയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് അതിനെ എതിർക്കുന്നത്? തുടക്കം മുതൽ തന്നെ ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസാണ്. കാരണം 14-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ 4 മണിയോടുകൂടിയാണ് കുടുംബം ഈ വിവരം അറിയുന്നത്. അന്ന് ഈ കോളേജ് മാനേജ്മെന്റ് കുടുംബത്തോട് അറിയിക്കുന്നത് കാൽ തെറ്റിയാണ് അൻസിജി വീണ് പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ളതാണ്. പക്ഷേ ഈ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ഒരു അധ്യാപകർ പോലും ആ ആശുപത്രി ഇല്ല എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. കുടുംബം അവിടെ എത്തിയതിനു ശേഷമാണ് പിന്നീട് കരിങ്കൽ പോലീസാണ് തുടർന്നുള്ള വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടി ആശുപത്രിയിൽ എത്തിയ സമയത്ത് കുറച്ചു കാര്യങ്ങൾ പോലീസിനോട് മൊഴി നൽകിയിരുന്നു. ആ മൊഴി പോലും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വലിയ വിമർശനം കൂടി കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെ മരണപ്പെട്ട് ഇതുവരെയും ഇൻക്വസ്റ്റ് നടപടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. നിലവിൽ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആർഡിയുടെ സ്ഥാനത്ത് തന്നെ ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള ആവശ്യമാണ്. പക്ഷേ ഇന്നലെയും കരിങ്കൽ പോലീസിന്റെ അടുത്തെത്തിയിട്ട് പോലും ഇതുവരെയും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ 7 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കരിങ്കൽ പോലീസ് എത്തി. പക്ഷേ പോലീസ് മാത്രമാണ് വന്നത്. ഇന്നിപ്പോൾ ആർഡിഒ ഒക്കെ വരുമെന്നാണ് ഇന്നലെ കുടുംബത്തിന് ഉറപ്പ് നൽകിയത്. പക്ഷെ അത് ഇതുവരെയും നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്താണ് നിലവിലൊരു അവസ്ഥ ഏട്ടാ? ഇല്ല, ഞങ്ങൾ ഇന്നലെ മുതൽ കരിങ്കൽ സ്റ്റേഷനിൽ രാവിലെ 10 മണി തൊട്ട് ബന്ധുക്കളും നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാവരും കൂടി ഈ ആവശ്യമായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ, ആർഡിഒ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി നമുക്ക് ചെയ്യണം. പക്ഷെ അതിന് അവർ ഈ നിമിഷം വരെ അവർ തയ്യാറല്ല. മാനേജ്മെന്റും പോലീസിന്റെ ഒത്തുകളിയാണ് നടക്കുന്നത്. 100% പറയേണ്ടി വരും. പോലീസ്, കരിങ്കൽ പോലീസ് ഞങ്ങളെ മനുഷ്യരായിട്ട് പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഈ നിമിഷം വരെ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ ഇന്നലെ 10 മണി തൊട്ട് ഈ കുട്ടിയുടെ ഈ ആവശ്യത്തിന് ഞങ്ങൾ എല്ലാവരും അവിടെ നിൽക്കുകയാണ്. അവർ ഞങ്ങളുടെ അടുത്ത് പ്രതി DSP ഉൾപ്പെടെ CA ഉൾപ്പെടെ എല്ലാം ഞങ്ങളുടെ നികൃഷ്ടമായി ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടുക, അങ്ങനെയുള്ള പല പരിപാടികളും ചെയ്തിട്ട് ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾക്ക് ആർഡിഒ ഇന്ന് വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കാവുന്ന ഒരു ചെറിയൊരു സൂചന കിട്ടി. ആ പേജിലാണ് ഞങ്ങൾ ഇന്നലെ വീട്ടിൽ വന്നത്, വീട്ടിലെത്തിയത്. ഇന്ന് രാവിലെ 7 മണിക്ക് ഞങ്ങളെ ഇവിടെ പോലീസ് രാവിലെ 7 മണിക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിയിട്ടാണ് ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത്, നിങ്ങളിങ്ങനെ വരണമെന്ന് പറഞ്ഞു. ഞങ്ങളോട് വന്നപ്പോഴത്തേക്ക് ആർഡിഒ ഇല്ല. ഇവരെ കീഴിൽ നമുക്കൊരു അന്വേഷണം നടത്താൻ വേണ്ടി നമുക്ക് ഒട്ടും താല്പര്യമില്ല. ആർഡിഒയുടെ നേതൃത്വത്തിൽ മാത്രമേ നമുക്ക് ഇതിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ. മാനേജ്മെന്റിനെതിരെ വലിയ ആരോപണങ്ങൾ കുടുംബം തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഹോസ്റ്റലിലെ ഭക്ഷണം കഴിച്ച് ചില കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ബാധിച്ചിരുന്നു. അന്ന് സമരത്തിന് മുൻപന്തിയിലുണ്ടായിരുന്ന കുട്ടിയാണ് അൻസിജി. അന്ന് മുതൽ തന്നെ മാനേജ്മെന്റിന്റെ കണ്ണിലെ കരടായി അൻസിജി മാറിയിരുന്നു. തീർച്ചയായും മോളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അവിടെ ഒരു 10-300 പിള്ളേരുന്നപ്പോൾ മോളാണ് എണീറ്റ് പോയി മീഡിയയോടെല്ലാം സംസാരിച്ചത്. മോൾ ആ സംസാരിച്ചതിനകത്ത് അവർക്ക് മാനേജ്മെന്റ് അത് ഇഷ്ടപ്പെടാതെ വരികയും മോളെ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും അമ്മയുടെ സാന്നിധ്യത്തിൽ പിന്നെ നമ്മൾ, കാരണം 3 വർഷത്തോളമായി, ഇനി 1 ഇയർ മാത്രമേ ബാക്കിയുള്ളൂ, ഹ്യൂജ് എമൗണ്ട് നമ്മൾ അവിടെ പേ ചെയ്ത് കഴിഞ്ഞു. അതിന് മാത്രമല്ല, നമ്മൾ ഈ സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ 50,000 രൂപ നമ്മൾ ഫൈൻ അടച്ചു ഈ സ്ട്രൈക്കിൽ അവൾ പങ്കെടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മാനേജ്മെന്റ് ഞങ്ങൾ അവിടെ കുട്ടിയെ പഠിപ്പിക്കാൻ അനുവദിച്ചത്. അതും അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് മോൾ അവിടെ നിർത്തി, മോളുടെ അമ്മൂമ്മ, അതായത് അമ്മയുടെ അമ്മ അവിടെ കൂടെ നിന്നാണ്. ബന്ധുക്കൾ എല്ലാവരും വളരെ കൃത്യമായി പറയുകയാണ്. അധ്യാപകർക്ക് അൻസിജിയോട് ഈ തരത്തിലുള്ള ഒരു മനോഭാവം ഉണ്ടാകാനുള്ള കാരണങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുകയാണ്. വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒരേ സ്വരത്തിൽ പറയുകയാണ് ആർഡിഒയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ വേണമെന്ന്. അതിനിടയിലാണ് പോലീസുമായി വാക്കുതർക്കമുണ്ടായത്.